പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം സെറ്റിലിംഗ് ഇൻ ഗോഡ്, ദൈവത്തിൽ സെറ്റിലാവുക, സ്ഥിരമാകുക എന്നുള്ളതാണ്. ദൈവത്തിൽ സ്ഥിരമാകുക എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കുക എന്നാണ് അർത്ഥം. ഇനിയും സെറ്റിലാവുക എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: പ്രശ്നം പരിഹരിക്കുക, സോൾവ് ചെയ്യുക, അതിനെ സോർട്ട് ഔട്ട് ചെയ്യുക, പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ സെറ്റിലാവുക എന്ന് പറഞ്ഞാൽ ഞാനും ദൈവവുമായിട്ടുണ്ടാക്കുന്ന ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരം തിരിച്ചറിഞ്ഞ് വേർതിരിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നാണ് അർത്ഥം. ദൈവവുമായിട്ട് നമ്മളുണ്ടാക്കുന്ന ഓരോ ബന്ധവും ശരിക്കും കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യബന്ധം പോലെ അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആരോഗ്യകരവും സന്തോഷകരമായി തീരുമ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധവും വളരെ നല്ലതായിത്തീരും, ദൃഢമായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഈ ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒപ്പമുള്ള മനുഷ്യരോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പും എങ്ങനെ നല്ലതാക്കി തീർക്കാം എന്നുള്ളതിനുള്ള ഒരു ടെക്നിക്ക് കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന് ഏറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സഭകൾ, നമ്മുടെ ആരാധനാലയങ്ങൾ നോക്കിയാലും പരസ്പര ബന്ധത്തിൽ വളരെ കുറവ് കാണുന്നത് കാണാം. ആരും ആരോടും മിണ്ടുന്നു പോലുമില്ല എന്നാണ് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സഭകളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട്, ബാക്ക് സ്ലൈഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്മാറ്റത്തിലേക്ക് പോയതിൻ്റെ കാരണം ഹിപ്പോക്രസി ആണ് എന്ന് ഒരു പഠനം സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രോബ്ലം. അതായത് ഹിപ്പോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കപട വിശ്വാസമാണ്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസം. ഒരു പക്ഷേ അതിനെ നമുക്ക് പരീക്ഷ മനോഭാവം എന്നുകൂടി പറയാം. അപ്പോൾ നമ്മുടെ സഭകളിൽ നമ്മുടെ വിശ്വാസികളും അല്ലെങ്കിൽ ഇടയന്മാരും ആളുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പും പലപ്പോഴും പരീക്ഷമായി മാറിയിട്ടുണ്ട്, പരീക്ഷന്മാരെ പോലെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഗലിസ്റ്റിക് ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് മറ്റൊരാളുടെ കുറവെന്താണ്, കുറ്റമെന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് കൗതുകമുള്ള ആളുകളായി മാറുന്നു. അങ്ങനെ നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞും പരസ്പരം പായാരം പറഞ്ഞും പുലഭ്യം പറഞ്ഞും പുലമ്പി പറഞ്ഞും നമ്മൾ തന്നെ നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരായി, നമുക്ക് തന്നെ ദേവാലയത്തിലിരിക്കാൻ കംഫർട്ടബിൾ അല്ലാത്തവരായി മാറിയിരിക്കുന്നു. കാരണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ പോലും നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ സെറ്റിലാവുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ എത്രമാത്രം കൃത്യമാക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെയും നമുക്ക് നല്ലതാക്കി തീർക്കാൻ പറ്റും. ഇനിയും കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ്. എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. ഒരു കൂരയുടെ കീഴിൽ താമസിക്കുമ്പോഴും പരസ്പരം മിണ്ടാതെ ജീവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. പരസ്പരം കടിച്ചു കീറുന്നവരുണ്ട്, അടിച്ചു കീറുന്നവരുമുണ്ട്. എന്തോ കാര്യം കൊണ്ട്, ദൈവഹിതം കൊണ്ട് കേസ് കൊടുക്കാതെ പരസ്പരം സഹിച്ച് ജീവിക്കുകയാണ് അങ്ങനെയുള്ളവർ. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരം റിലേഷൻഷിപ്പുകളെ കണ്ട് അവരുടെയും ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുകയാണ്. എത്രയോ കുഞ്ഞുങ്ങൾ വിഷാദാവസ്ഥയിലായിരിക്കുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ പ്രയാസത്തിലായിരിക്കുന്നു. ഇന്ന് മറ്റൊരു വശം, ഈ പ്രശ്നത്തിൻ്റെ മറ്റൊരു പശ്ചാത്തലം നമ്മൾ കാണുകയാണെങ്കിൽ, ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കഴിഞ്ഞാൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഡിപ്രഷനാണ്, വിഷാദമാണ് എന്ന് പറയുന്നു.
ഓരോ 100 പേരിലും 20 പേര് വിഷാദരോഗികളാണ്. അതിൽ കൂടുതലും പേരും ആത്മഹത്യാ പ്രവണതയുള്ള ആളുകളായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ബന്ധങ്ങളുടെ വിളർച്ചയിൽ നിന്ന്, ബന്ധങ്ങൾ അകന്നു പോകുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് അടുത്ത് മനസ്സിലാക്കി അറിയാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകേണ്ടുന്നത്. അത് നടത്തുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ബന്ധങ്ങളെയും നമുക്ക് നേരെയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാവിൻ്റെ പുസ്തകം പ്രവചനം 30-ാം അധ്യായം 15-ാം വാക്യമാണ്. ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതും നിങ്ങളുടെ ബലം എന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഒന്നാമത്തെ കാര്യം, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. എന്താണ് മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മനം തിരിയുക, മാനസാന്തരപ്പെടുക എന്ന് തന്നെയാണ്. സെറ്റിലിംഗ് ഇൻ ഗോഡ്. അത് എങ്ങനെയാണ് ഈ മനം തിരിഞ്ഞ് മൗനമായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഒരു വീട്ടിൽ ഒരു സഹോദരി ഒരു നായയെ വളർത്തിയിരുന്നു. വളരെ വിലപിടിപ്പുള്ള നായയാണ്. നായയെന്ന് പറയാൻ പോലും യോഗ്യതയില്ല. അവരതിന് ഓമന പേരൊക്കെ ഇട്ടാണ് വളർത്തുന്നത് അത്രേ. അപ്പോൾ ഈ നായയ്ക്ക് ആ വീട്ടിലുള്ള എല്ലാ സ്ഥാനവും കൊടുക്കും. അപ്പോൾ വീട്ടിൽ പത്രം എടുത്തുകൊണ്ട് വരിക, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക, ലിസ്റ്റൊക്കെ ഇതിൻ്റെ കൊടുത്തു വിട്ടാൽ മതി, ഇത് സാധനങ്ങൾ പോയി എടുത്തുകൊണ്ട് വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സഹോദരി വീട്ടിൻ്റെ പുറത്ത് പോകുമ്പോൾ ഈ പട്ടിയെ വീട് ഏൽപ്പിച്ചിട്ടാണ് പോവുക. അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴും അവർ ഇങ്ങനെ തന്നെ ആശ്രയിച്ചു കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം ഈ സ്ത്രീ പോയിട്ട് മടങ്ങി വരുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? കുഞ്ഞ് തൊട്ടിൽ നിന്ന് താഴെ കിടക്കുന്നുണ്ട്. കുഞ്ഞിനെ മുറിവ് പറ്റിയിട്ടുണ്ട്. ഈ നായയുടെ വായിലും ചോരപ്പാടുകൾ കാണുന്നു. ഉടനെ ഈ സ്ത്രീ വന്നിട്ട് ഒരു കമ്പെടുത്ത് കൊണ്ടുവന്നിട്ട്, അയ്യോ പട്ടി, നീ പട്ടിയുടെ സ്വഭാവം കാണിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഉപദ്രവിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്തു. പക്ഷേ അല്പം കഴിഞ്ഞ ശേഷമാണ് അവർ ആ കാഴ്ച കാണുന്നത്. എന്താണെന്നറിയാമോ? ആ തട്ടിലിൻ്റെ മറുവശത്ത് ഒരു മൂർഖൻ പാമ്പ് കിടക്കുകയാണ്. ഈ മൂർഖൻ പാമ്പിനെയാണ് ഈ പട്ടി കടിച്ചു കൊന്നത്. പാമ്പ് ചത്ത് കിടക്കുന്നു. പക്ഷെ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല, തൊട്ടിലിൽ നിന്ന് താഴെയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവർക്ക് ബോധ്യമായത് ആ നായ തൻ്റെ കുഞ്ഞിനെ അല്ല ശല്യപ്പെടുത്താൻ ശ്രമിച്ചത്, ആ പാമ്പിനെയാണ് കൊന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കുകയും ആ പട്ടിയോട് ദേഷ്യം കാണിക്കുകയും ചെയ്തു എന്നാണ്. പലപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മളും കാര്യകാരണങ്ങൾ നോക്കാതെ, എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായി മാറുന്നുണ്ട്. അത് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. എന്താണ് മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക? ഇപ്പോൾ സാധാരണയായി നമ്മളെല്ലാവരും ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫോൺ ഉപയോഗിക്കാത്ത ആരും ഇന്നില്ല, പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ ഗാഡ്ജറ്റുകൾ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഓരോ പേജ് നമ്മൾ കുറേ തുറന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഹാങ് ആവും. ഫോൺ ഹാങ് ആയെന്ന് പറയും. ഇങ്ങനെ ഈ ഹാങ് ആവുന്നത് കുറേ തുറന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ പറ്റാതാകും. അപ്പം നമ്മൾ പറയും ഫോൺ ഡെഡായെന്ന് പറയും. ഇതേപോലെയാണ് പലപ്പോഴും മനുഷ്യൻ്റെ അവസ്ഥ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം സാമ്പത്തിക പ്രശ്നം, രോഗപ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, ലോകത്തിനെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ, മഹാമാരികൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ബാധിക്കുമ്പോൾ നമ്മുടെ ചെറിയ മനസ്സ് ഈ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നത്തിനും നമ്മളായിട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യും, ഇല്ലേ?
നമ്മുടെ സാമ്പത്തിക പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണും? ആരോട് ചോദിക്കാൻ പൈസ? അങ്ങനെ ചെയ്താൽ പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ പറ്റുമോ? ആ ജോലി എടുത്താൽ പറ്റുമോ? ഈ ജോലി എടുത്താൽ പറ്റുമോ? അവിടെ പോകാം, ഗൾഫിൽ പോകാം, അമേരിക്കയിൽ പോകാം, ഇവിടെ പോകാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേ സമയത്ത് തന്നെ ഭർത്താവ് സംസാരിക്കുന്നില്ല, അവിടെ പ്രശ്നങ്ങൾ, അമ്മായിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് വരുമ്പോൾ അവസാനം നമ്മൾ ഓരോ മിനിറ്റിലും ചെലവഴിക്കുന്ന കാലോറി, ഊർജം ചിന്തിക്കാൻ അത് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഭയങ്കര ക്ഷീണിതരായി പോവും. വൈകുന്നേരം നമ്മൾ ഭയങ്കര ക്ഷീണിതരാകും. ജോലിയുടെ തിരക്ക്, ഈ തിരക്ക്, വീട്ടിലെ ജോലി, അതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ വന്നിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുമ്പോൾ അവരോടും നമ്മൾ ദേഷ്യപ്പെടുന്നവരായി മാറും. അപ്പോൾ നമ്മൾ സമാധാനമില്ലാത്തവരായി തീരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾക്ക് സ്വയം പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ കഴിവിൻ്റെ 100% നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തവരായിത്തീരും. നമുക്ക് 100% ക്ഷമതയില്ലാത്തവരായി മാറും. നമ്മൾ തളർന്നു പോകും, നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ രോഗമുള്ളവരാകും, തലവേദന ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, BP ഉണ്ടാകും. ഈ സ്ട്രോക്ക് വരെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ഒരു പ്രശ്നമാണ്. ഇത് ദൈവം നേരത്തെ അറിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് മനം തിരിയുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചവണം ചെയ്യുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറഞ്ഞ് നമ്മുടെ ശരീരം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു ഒത്തും പിടിയും കിട്ടുന്നത് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് തിരിയിക്കണം, നമ്മുടെ മനസ്സ് മാറ്റണം, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം, മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ രക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുക മാത്രമല്ല, എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കണം, അടങ്ങിയിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദൈവത്തിന് അവസരം കൊടുക്കാതെ നമ്മൾ തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. ഇസ്രായേൽ ജനത്തോട് പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയും നിങ്ങൾ ജയിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ സ്വയം പരിശ്രമിക്കുമ്പോൾ അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വലിയ പ്രശ്നങ്ങൾ അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതായിത്തീരും. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ പരിഹാരം കാണുമ്പോൾ അഴിക്കും തോറും കുറുകുന്ന കുരുക്കായി മാറും. ഒരു പ്രശ്നം മേടിക്കാൻ അവിടുന്ന് കടം മേടിക്കും, വേറൊരു പ്രശ്നം മേടിക്കാൻ വേറൊരു കടം മേടും, വേറൊരു സ്ഥലത്ത് നിന്ന് കടം മേടിക്കും, അങ്ങനെ അവസാനം കടം കൊടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞതാണ്. അത് തന്നെ ഒരു വലിയ പ്രശ്നമായി നമുക്ക് മാറും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് പരിഹാരം കാണാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നമാണെങ്കിൽ ദൈവത്തിന് ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ അത്ഭുതം പ്രവർത്തിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മളായിട്ട് ശ്രമിക്കരുത്. ഉദാഹരണത്തിന് അബ്രഹാമും സാറായിയും. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രഹാമിനോട് വന്ന് പറയുന്നു, നിനക്കൊരു മകൻ പ്രസവിക്കും, ഒരു മകൻ ഉണ്ടാകും. സാറായിക്ക് 99 വയസ്സാണ്. ഇത് കേൾക്കുമ്പോൾ സാറായിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരൊന്ന് ചിരിച്ചു, അവരതിനെക്കുറിച്ചൊന്ന് ഓർത്ത് ചിരിച്ചു. അങ്ങനെ പക്ഷെ എന്നാലും ദൈവം പറഞ്ഞതല്ലേ നടക്കും എന്ന് വിചാരിച്ച് അവർ വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത് പറഞ്ഞിട്ടും വർഷങ്ങൾ പലത് കഴിഞ്ഞു പോയിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അപ്പോഴാണ് സാറായുടെ മനസ്സിൽ ഒരു ആഗ്രഹം, എന്തായാലും കർത്താവ് പറഞ്ഞതല്ലേ നമുക്കൊരു മകനെ കിട്ടുമെന്ന്. ഇനിയും കർത്താവ് തരുന്നു നോക്കിയിരുന്നാൽ നമ്മുടെ പ്രായവും കൂടി വരികയാണ്. ഇനി നമുക്ക് അവൻ്റെ കളിച്ചിരികളും കൊഞ്ചലും ഒന്നും കാണാൻ പറ്റത്തില്ല, നമ്മുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും. അബ്രഹാമിനോട് പറഞ്ഞു, നിങ്ങളുടെ വേലക്കാരിയായിരിക്കുന്ന ഹാഗറിനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഹാഗറിന് വിവാഹം കഴിച്ചു, ഒരു മകനുണ്ടായി, ഇഷ്മായേൽ എന്നുള്ള കുട്ടിയുണ്ടായി. ആ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി നമുക്കറിയാം. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മകനെ നൽകും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവം പറഞ്ഞ കാര്യം നടക്കാൻ കാത്തിരിക്കാൻ വയ്യാതെ ചിന്തിച്ച് മനസ്സിനെ തിരിച്ച് അടങ്ങിയിരിക്കാൻ കഴിയാതിരുന്നപ്പോൾ സാറായുടെ ഒരു പരിഹാരം കണ്ടെത്തി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ നിറവേറാൻ മനുഷ്യൻ്റെ പ്ലാൻ കൂട്ടിച്ചേർക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ നിറവേറാൻ മനുഷ്യൻ്റെ പദ്ധതിയെ കൂട്ടിച്ചേർക്കുന്നു.
നോക്കൂ, അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്? അതുകൊണ്ടാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്, നിങ്ങൾ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. അതാണ് നിങ്ങൾക്ക് രക്ഷ കിട്ടാനുള്ള കാരണം. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നമ്മൾ ഓരോന്നിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് മാറി, ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് മാറി, അങ്ങനെ ഒരിക്കലും തീർക്കാൻ പറ്റാത്ത പ്രശ്നത്തിൻ്റെ നെറുകയിലേക്ക് നമ്മൾ മാറുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, മനം തിരിഞ്ഞടങ്ങിയിരിക്കുക. നമ്മൾ സ്വയം പരിഹാരം കാണാതെ ദൈവത്തിന് പരിഹാരം കൊടുക്കുക. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ദ ഗോഡ്. ഞാൻ ദൈവമെന്ന് മൗനമായിരുന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ദൈവമെന്ന് മൗനമായിരുന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപഴകാൻ തക്ക കഴിവുള്ളവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. അവനെക്കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. അവൻ അൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്, സകലവും സൃഷ്ടിച്ചവനാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ഉളവായതെല്ലാം അവനാൽ ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവൻ ഇസ്രായേലിൻ്റെ രക്ഷകനാണ്, പരിപാലകനാണ്, മയങ്ങാത്തവനും ഉറങ്ങാത്തവനുമായ ദൈവമാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർവശക്തനാണ് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ മാത്രമേ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതേപോലെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും. പലപ്പോഴും മറ്റു വ്യക്തികളോടുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ ഇങ്ങനെയാണ് കരുതുന്നത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നു. ഒരു ദിവസം ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിനിലേക്ക് ഒരു അച്ഛനും മകനും 10-12 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഒരു കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ട്രെയിൻ കണ്ടപ്പോൾ ട്രെയിനിൽ കയറി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കൊച്ച് പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അയ്യോ അച്ഛാ, ദേ പശു, ദേ കാള, ദേ എരുമ, ദേ തേങ്ങ, ദേ തെങ്ങ്, മാവ് എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്തിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ പറഞ്ഞു, ഈ ചെറുക്കൻ എന്താ വട്ടാണോ, അവനോട് മിണ്ടാതിരിക്കാൻ പറ, എന്താ ഇവനിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഈ അച്ഛൻ കൊച്ചിനോട് പറയുന്നുണ്ട്, മിണ്ടാതിരി, അടങ്ങിരി മോനെ, അങ്ങനെ. പക്ഷേ കൊച്ചി ഇത് കണ്ടിട്ട് എക്സൈറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഓരോന്നിനെക്കുറിച്ചും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ആ അച്ഛൻ എല്ലാവരോടുമായി പറയുന്നത്, നോക്കൂ, അവൻ ജന്മനാ കണ്ണ് കാണാത്തവനായിരുന്നു. ചെന്നൈയിലുള്ള കണ്ണാശുപത്രിയിൽ പോയി ഓപ്പറേഷൻ നടത്തി ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്ന് പ്രഭാതത്തിലാണ് അവൻ്റെ കണ്ണിലെ കെട്ടുകൾ അഴിച്ചത്. അവൻ ഈ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ കാഴ്ചകൾ അവൻ കാണുന്നത്. അതുകൊണ്ടാണ് ഈ മകൻ എക്സൈറ്റഡ് ആയിരിക്കുന്നതെന്ന് പറയൂ. നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. നമ്മൾ അവരെന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാറില്ല. അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാറില്ല. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ഓർത്ത് നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു. അയാൾ അങ്ങനെ ചിന്തിച്ചിരിക്കാം, അയാൾ അങ്ങനെ ആയിരിക്കാം, എന്നെ അങ്ങനെ ആയിരിക്കാം കണ്ടിരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കാം കണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂടുതൽ പ്രശ്ന സങ്കീർണമാക്കുന്നു. ഇവിടെ നമുക്ക് റിലേഷൻഷിപ്പ് അറ്റുപോകുന്നു. നമ്മുടെ ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? എല്ലാവരെയും നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിലാണോ കാണുന്നത്? എല്ലാവരെയും കുറിച്ച് എല്ലാവരും എന്നെ ചതിക്കാൻ വരികയാണ്, എല്ലാവരും എന്നെ എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത്, കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള തരത്തിലാണോ നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? പക്ഷേ കർത്താവ് പറയുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. നിങ്ങളുടെ കാട് കയറിയ ഈ ചിന്തകൾ അവസാനിപ്പിക്കുക. ദൈവത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ മുറുകെ പറ്റുന്ന പാപങ്ങളും സകല ഭാരങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകട്ടെ. കാരണം അവൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. അവൻ ഓരോ വ്യക്തിയെയും നന്നായി അറിയുന്നു. അവൻ ഓരോ വ്യക്തിയെയും നന്നായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മളെ
നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്ന നമ്മുടെ സ്നേഹിതനായ കർത്താവിന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. നമ്മൾ ആ പ്രശ്നത്തിന് കർത്താവിനെ കൊണ്ട് പരിഹാരം കാണാതെ സ്വയം പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വീണു പോകും. അതുകൊണ്ട് നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആകട്ടെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളാകട്ടെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകട്ടെ, അതൊരിക്കലും നമ്മൾ തന്നെ പരിഹാരം കാണാതെ ദൈവത്തിന് പരിഹാരം കാണാനായിട്ട് അവസരം കൊടുക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്കൊരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരം കാണാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നിൻ്റെ സഹായം വേണം. എൻ്റെ സ്വാർത്ഥത മുഖാന്തരം എൻ്റെ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാൻ അതിനുവേണ്ടി പരിഹാരത്തിനായി പരക്കം പാഞ്ഞു. എനിക്ക് ഇവിടുന്ന് ഒരു പരിഹാരവും കിട്ടുന്നില്ല. കർത്താവേ, ഇനി ഞാൻ മടുത്തു. ഞാൻ വിചാരിക്കുന്നത് ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ലെന്നാണ്, പൊട്ടിത്തെറിക്കലല്ലാതെ എനിക്കൊരു വഴിയില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലുണ്ട്. നീ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. നീയാണ് ലോകത്തിൻ്റെ സകല പ്രശ്നത്തിൻ്റെ ഉത്തരം. നിനക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല. നിനക്ക് തിരുത്താൻ പറ്റാത്ത മനസ്സില്ല. നിനക്ക് ശാന്തമാക്കാൻ പറ്റാത്ത പ്രപഞ്ചം ദുരന്തങ്ങളില്ല. നിനക്ക് ഉണക്കാൻ പറ്റാത്ത മുറിവുകളില്ല. കർത്താവേ, നീ സൗഖ്യദായകനാണ്. നീ സർവശക്തനാണ്. നീ സർവജ്ഞാനിയാണ്. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ. എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണമേ. കാട് കയറി കർത്താവെ മുൻവിധിയോടെ തീരുമാനങ്ങളെടുത്ത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ, ഞങ്ങളുടെ സഭാജീവിതത്തെ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ തകർക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പറയാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. സാധാരണ രക്ഷ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾക്കപ്പുറം കർത്താവായ യേശുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ പരിഹാരം കാണരുത്. ഇവിടെ യെരുശലേം ദേവാലയത്തിലേക്ക് നടന്നു പോകുമ്പോൾ, പത്രോസും ശീലാസും പോകുമ്പോൾ, അവിടെ ഒരു മനുഷ്യൻ വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അത് പറയുന്നു, ദാവീദ് പുത്ര, കനിവ് തോന്നണമേ, എനിക്ക് സൗഖ്യം തരണമേ എന്ന് പറയുമ്പോൾ, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് അവർ ആ മനുഷ്യനോട് പറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പരിഹാരം കാണാൻ ശ്രമിച്ചാലും അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. കർത്താവ് കാണുന്ന പരിഹാരമാണ് നമ്മുടെ പരിഹാരം. ആ പരിഹാരത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് രക്ഷയുണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പുറത്തു വരാൻ കഴിയും. നമ്മുടെ നിത്യമരണത്തിൽ നമുക്ക് പുറത്തു വന്ന് നിത്യജീവൻ കിട്ടാനിടയായിത്തീരും. അതുകൊണ്ടാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ രക്ഷ എനിക്ക് വേണം എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? കർത്താവെ, എൻ്റെ മനസ്സിൻ്റെ കാടുകയറിയ ചിന്തകളെ നിയന്ത്രിക്കാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കാതെ അങ്ങയുടെ പരിഹാരം എനിക്കുണ്ടാകാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയാൻ കഴിയുമോ? കർത്താവ് അതിനായി നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ പരസ്പരം പ്രശ്നത്തിനു വേണ്ടി ഓടി നടന്ന് കർത്താവെ ഒന്നിനും സാധ്യമാകാതെ തളർന്ന് തകർന്ന് ജീവിതത്തെ കുറ്റപ്പെടുത്തി ദൈവത്തെ കുറ്റപ്പെടുത്തി കഴിഞ്ഞു പോകുകയാണ്. പക്ഷേ അങ്ങനെയല്ല, നീ എൻ്റെ പരിഹാരമാണ്. നീ ദൈവമേ മൗനമായിരുന്ന് നീ ദൈവമെന്നറിയാനായിട്ട് എൻ്റെ സകല പ്രശ്നങ്ങളും ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു. അങ്ങനെയൊരു പരിഹാരം തരണമേ. എൻ്റെ ജീവിതത്തെ നേരെയാക്കണമേ. എൻ്റെ ബന്ധങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. കർത്താവെ, നിന്നിൽ ഞാൻ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഈ സന്ദേശം പകർന്നു കൊടുക്കുക. നിങ്ങൾ ഷെയർ ബട്ടൺ അമർത്തുമ്പോൾ ഇതേപോലെ പ്രശ്നത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന ഒരാൾക്ക് ഈ സന്ദേശം തീർച്ചയായിട്ടും ഒരു ഉപകാരമാകും. അതുകൊണ്ട് നിങ്ങളത് പകർന്നു കൊടുക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.